ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി അല്ല താരയുടെ മകൾ എന്നുള്ളൊരു ആ ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ താര, അതും കല്യാണിയുടെയും അതുപോലെ പാറുവിൻ്റെയും ദീപയുടെയും ഒക്കെ നാവിൽ നിന്നും നേരിട്ടങ്ങ് കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാവം നമ്മുടെ താര തകർന്നു പോയി കേട്ടോ. ഇത്രയും നാളും മകളാണെന്ന് വിശ്വസിച്ച് കൊണ്ടു നടന്ന കല്യാണി തനിക്ക് അന്യാണെന്നും ആ കല്യാണിയുടെ മനസ്സിൻ്റെ നന്മയൊക്കെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റുമോ കല്യാണിയെക്കുറിച്ചുള്ള ആ ഒരു നമ്മുടെ താരയുടെ ആ ഒരു ചിന്താഗതി? അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ടാണല്ലോ കല്യാണി അങ്ങനെ സമ്മതിച്ചത് എന്നുള്ളൊരിതിലിങ്ങനെ താര നിൽക്കുന്നു. എന്നിട്ട് താര പാവം നേരെ വിട്ടു പോകുന്നത് സ്വന്തം മകളോട് തൻ്റെ മാതൃത്വം വെളിപ്പെടുത്താനായിട്ടാണ്. എന്തായാലും അവിടെ വന്ന് നിന്ന് കല്യാണിയുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന താരയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുച്ഛവും പരിഹാസവും ഒരു വക ഇതൊക്കെ ആയിട്ട് അമ്മയോട് ഓടിച്ചെന്ന് പറയുവാണ് മകളിതേ അവിടെ വന്നിട്ടുണ്ട്, ആ ഒരു മിണ്ടാത്തവളെ കാണാം, വേറൊരു മിണ്ടാത്തവളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മിണ്ടാത്തവളുമാർ തമ്മിൽ കാണട്ടെ മോളെ, ഇനി നമുക്ക് എന്താണെന്ന് ശാരി അന്നേരം ചോദിക്കുവാണ് മകളോട്. എന്നാലും അമ്മേ, എനിക്ക് അവളെ കാണുമ്പോൾ എനിക്ക് രക്തം തിളച്ച് വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനു ഇങ്ങനെ ഇവരുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടയായി. ഈ സമയത്താണ് താര വീട്ടിലേക്ക് കയറി വരുന്നത്. കയറി വന്ന് തൻ്റെ മകളാണ് സരിയു എന്നുള്ള കാര്യം താര പറഞ്ഞപ്പോഴേക്കും ഒരുമാതിരി രക്തരക്ഷസിനെ പോലെ ഈ പുള്ളിക്കാരിയും അതുപോലെ മകളും കൂടെ അങ്ങോട്ട് കിടന്ന് ഉറഞ്ഞതുള്ളൂ. എന്നിട്ട് പാവം നമ്മുടെ താരയുടെ കരണത്ത് പെറ്റ അമ്മയാണെന്ന് തിരിച്ചറിയാതെ ആ അമ്മയുടെ കരണം നോക്കി അടിക്കുകയാണ് ചെയ്തത് മകള്. അങ്ങനെ അടിക്കലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാവം താരയെ പിടിച്ചൊരു തള്ളും കൂടി അങ്ങ് തള്ളി. ഈ സമയത്ത് ഇതെല്ലാം കല്യാണിയൊക്കെ കാണുകയും ചെയ്തു. അങ്ങനെ ഇത്രയും മൃഗീയമായി ഈ പറയുന്ന നമ്മുടെ താരയോട് പെരുമാറിയ സരയു എന്ന് പറയുന്ന പിശാചിനെ വെറുതെ വിടാൻ പാടുണ്ടോ? നമ്മുടെ കല്യാണി അങ്ങ് ചെന്നില്ലേ, താരയെ മുഖത്തടിച്ച് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ്, അതായത് വീടിന് പുറത്തേക്ക് എറിഞ്ഞ് സരയുവിൻ്റെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുത്തു നമ്മുടെ കല്യാണി. ചെന്നിട്ട് അവളെ അടിച്ച് തകർത്ത് ഇങ്ങനെ കൈകൊണ്ടൊക്കെ കുറേ ആങ്ങിയൊക്കെ കാണിച്ചു. അപ്പോഴേക്കും മിണ്ടാത്തവളുമാരെല്ലാം കൂടി ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നേക്കും. നീ എൻ്റെ മോളെ തല്ലി ഒടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരി വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും വിരൽ ചൂണ്ടിയിട്ട് മിണ്ടി പോകരുതെന്നുള്ള രീതിയിൽ നമ്മുടെ കല്യാണി ഇങ്ങനെ ആക്ഷൻ കാണിക്കുവാണേ. അപ്പോൾ കല്യാണി ഇതൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു പേടിയും ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇവർ രണ്ടുപേരും കൂടി. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് ഏകദേശ ധാരണയായി ഈ പറയുന്ന താരയും അതുപോലെ സരയുവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താതെ ഇനി തനിക്ക് വിശ്രമമില്ലെന്ന്. അങ്ങനെ ഇനി താരയുടെ മകളാണോ ഈ പറയുന്ന സരയു എന്ന് കണ്ടെത്തിയിട്ട് വേണം രൂപയുടെ ആ ഒരു ഇതൊക്കെ കണ്ടുപിടിക്കാനെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ മനു മുന്നോട്ട് പോവുക. എന്തായാലും സരയു എന്ന് പറയുന്നവൾക്ക് ഇനി അധികം ആയുസില്ല. കല്യാണിയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് വീടിനകത്തേക്ക് കയറിപ്പോയിരുന്ന അമ്മയും മോളും കൂടെ പൊറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നു. മനു വന്നപ്പോൾ മനുവേട്ടൻ കണ്ടോ, അവൾ എന്നെ തല്ലിയേച്ച് പോയത് മനുവേട്ടൻ കണ്ടില്ലേ മനുവേട്ടൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ തല്ലിയോ, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ നിന്ന് തട്ടിവിടുന്നു. മനുവേട്ടൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല, മനുവേട്ടൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ കയറി വന്ന് പറഞ്ഞത് എന്താണെന്ന് മനുവേട്ടൻ കേട്ടോ? എന്താ മോളൂസേ പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ. അവളാണ് എൻ്റെ അമ്മയെന്ന് അവരങ്ങനെ പറഞ്ഞോ? ആഹാ, അങ്ങനെ പറഞ്ഞെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു, ഇനി അതിൽ വല്ല സത്യം ഉണ്ടോ എന്നൊക്കെ മനു ഇങ്ങനെ ആക്കിയൊരു ചോദ്യം കൂടെ ചോദിച്ചപ്പോൾ മനുവേട്ടൻ എന്താ ഈ പറയുന്നേ? അങ്ങനെ എങ്ങനെ സത്യം വരാനാ? ഒരിക്കലും അവളെപ്പോലെ ഒരുത്തിയുടെ മകളാകാനുള്ള ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല മനുവേട്ടാ. അങ്ങനെ ഒരു ഗതികേട് വന്നാലേ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ പുള്ളിക്കാരി മോളും കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളൊന്ന് ചത്തായെന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് മനു പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ താരം കയറി വരുന്നത്. ആരാ? രാഹുൽ കയറി വന്നപ്പോൾ ഈ രാഹുലിനെ ദഹിപ്പിക്കാൻ പാകത്തിനാണ് അമ്മയും മോളും കൂടെ നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും താര ഇന്നിവിടെ വന്നിരുന്നു എന്നും താര എന്നിട്ട് ഇവിടെ വന്ന എൻ്റെ മോള് അവളുടെ മോളാണെന്നുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും രാഹുൽ ഒന്നും ഞെട്ടി. ദൈവമേ, ഇവളെങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്നുള്ളൊരിതിൽ. അപ്പം താര സത്യം അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാഹുലിന് പേടിയായി തുടങ്ങി. കാരണം ഇനി കാര്യങ്ങളെല്ലാം താരയുടെ കയ്യിലാണ്, കൈവിട്ട് പോയാൽ തീർന്നു. ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം രാഹുലിൻ്റെ മുഖത്തെ പേടിയും ഭയവും ഒക്കെ നമ്മുടെ ശാരി ശ്രദ്ധിച്ചു. ശാരി എന്നിട്ട് ചോദിച്ചു, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് രൂപ CS-നെ ഉപേക്ഷിക്കുന്ന സമയത്ത് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ അത് നിങ്ങളെങ്ങാനും ആണോ എന്ന് ചോദിച്ചപ്പോൾ ശാരി
ആവശ്യമില്ലാത്തത് പറയരുതെന്നും പറഞ്ഞു ഒരു പേടിയോടുകൂടി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അഭിനയിച്ച് തകർക്കാനൊക്കെ ആയിട്ട് ആശ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മനുവിനും അത് ക്ലിക്കി. അപ്പോൾ ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്, അയാൾക്കും ഇതിനകത്ത് എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് ആശാനും കൂടെ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി രാഹുലിൻ്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? രാഹുലിൻ്റെ കാലന് ഒരു പക്ഷേ ഈ പറയണ മനുവായിട്ട് തന്നെ വരാനുള്ള വഴികളും ഒക്കെ ആയിട്ട് ഒരുങ്ങുന്നത്. ഇതേ സമയത്ത് രൂപയും CS-ഉം പരസ്പരം മേടിച്ച ആ ഷർട്ടും അതുപോലെ സാരിയൊക്കെ ഉടുത്ത് ഇവർ കണ്ട് അങ്ങനെ സന്തോഷത്തോടെ നമ്മുടെ CS വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയെ ആ സാരി ഉടുത്ത് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം അത് മക്കളുമായിട്ട് ഷെയർ ചെയ്യാണ്. എന്നാലും എൻ്റെ മോളെ, ഞാൻ നിനക്ക് മേടിച്ച് തന്ന അതേ സാരി തന്നെയാണല്ലോ അമ്മയുടെ കൈകൾ അമ്മ ഉടുത്തോണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രൂപയും അതേ രീതിയിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ആ സാരി ഉടുത്തോണ്ട് ചെല്ലുന്നു. അതുപോലെ തന്നെ CS താൻ മേടിച്ചു കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത് കാണുന്നു. അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു സന്തോഷ നിമിഷത്തിൽ ഇങ്ങനെ രൂപയും ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. ഈ സമയത്ത് എന്നാലും അവൾക്ക് എങ്ങനെ അതുപോലൊരു സാരി കിട്ടിയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ ആ സാരി ചിലപ്പോൾ അമ്മ വാങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ കിടന്ന് ഉരുണ്ട് കളിക്കുക. എന്നാലും എൻ്റെ മനസ്സറിഞ്ഞ് അവൾക്ക് എങ്ങനെയാണ് സാരി കിട്ടിയെന്നൊക്കെ CS ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി ഞാനും അയാളും തമ്മിൽ ഒന്നിക്കാനുള്ള ആ ഒരു ദൂരം അത് അധിക താമസം ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പാവം ഇങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ശാരിയെയും അതുപോലെ രാഹുലിനെയും കാണിക്കുന്നത്. ശാരി പിന്നെ രാഹുലിന് സ്വസ്ഥത കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, താരയുടെ കാര്യങ്ങൾ. താരയുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം, താര അങ്ങനെ നിങ്ങളുടെ കൂടെ വന്നു, ഇതൊക്കെയുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് രാഹുൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ കല്യാണി ആ രൗദ്രഭാവം പൂണ്ടുവന്ന് നിന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ സരയുവിൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. സരയുവിനാണെ ഭയങ്കര ദേഷ്യവും കലിപ്പും കാര്യങ്ങളും ഒക്കെ. എന്നാലും അവൾ എൻ്റെ ദേഹത്ത് കൈ വെച്ചല്ലോ എന്നുള്ള ഒരു ദേഷ്യവും പക ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ മനസ്സ് നിറച്ച്. അപ്പം അങ്ങനെ ആ ഒരു വല്ലാത്ത കലിപ്പും കാര്യങ്ങളുമായിട്ട് സരയു ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ കിരണും കല്യാണിയും എല്ലാവരും ഇരുന്ന് താര ഈ പറഞ്ഞതിനെ പറ്റിയും അതുപോലെ അവിടെ ചെന്ന് പറഞ്ഞതിനെ പറ്റി താര അറിഞ്ഞതിനെ പറ്റി ഒക്കെ സംസാരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും താരാൻ്റെ അങ്ങനെ ചെയ്തത്, എന്തെങ്കിലും കാരണമില്ലാതെ താരാൻ്റെ ഒരിക്കലും അവിടെ പോവില്ല, ഈ രീതിയിൽ അവളുടെ അടിയൊന്നും മേടിച്ചുകൊണ്ട് വരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിവിടെ നിന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ താര ഇനിയിപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. ആ സമയത്ത് ഇവരുടെ ആരും അല്ലല്ലോ ഇപ്പോൾ താര. അതുകൊണ്ട് തന്നെ കല്യാണിയുടെ അടുത്ത് അല്ലെങ്കിൽ കല്യാണിയുടെ വീട്ടിൽ ഒത്തിരി നേരം നിൽക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും താര തയ്യാറായില്ല. താര പോവുകയാണെന്നും പറഞ്ഞ് നേരത്തെ അങ്ങ് പോയി. അപ്പോൾ താരയുടെ ഇന്നും ഒരു ഇല്ലാത്ത ഈ ഒരു മാറ്റങ്ങളും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കും ആകെ സംശയമായി തുടങ്ങി, താര എന്തെങ്കിലും അറിഞ്ഞോ എന്ന്. അപ്പോൾ എന്തായാലും ഇനി കഥയുടെ പോക്ക് അധികം നാൾ മുന്നോട്ടുണ്ടാവില്ല എന്നാണ് കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും കഥയ്ക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.